എൻ്റെ പേര് സുമി എലിസബത്ത് ജോസ്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ കൊന്നക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ 2020 നേഴ്സിംഗ് പാസ്സായി. ഞാൻ ഡൽഹിയിൽ ജോലിക്ക് കയറിയതാണ്. അപ്പോൾ 2022 മാർച്ച് ആയപ്പോഴത്തേക്കും ഞാൻ അവിടുന്ന് ആദ്യമായിട്ട് എൻ്റെ OET എക്സാം എഴുതുകയാണ്. അപ്പോൾ ജോലിക്കിടയിലാണെങ്കിലും ഞാൻ കൊന്തയൊക്കെ ചെല്ലാറുണ്ട്, പറ്റുന്ന ഞായറാഴ്ചകളിലൊക്കെ പള്ളിയിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ എനിക്കൊരു വിശ്വാസമാണ്, OET എക്സാം ആണെങ്കിലും ഇച്ചിരി പാടായിരുന്നെങ്കിലും എനിക്ക് കിട്ടുമെന്നൊക്കെയുള്ളൊരു വിശ്വാസത്തിൽ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടിയാണ് എഴുതിയത്. ഞങ്ങൾ രണ്ടുപേരും അവിടുന്ന് റിസൈൻ വെച്ചു, റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ റിസൈൻ വെച്ച് വീട്ടിൽ വന്നപ്പം OETയുടെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് കിട്ടിയില്ല. കൂട്ടുകാരിക്ക് അയർലൻഡ് സ്കോർ കിട്ടുകയും ചെയ്തു. എന്നിട്ട് അപ്പോൾ വീട്ടിലാണ് ഇച്ചിരി അത്യാവശ്യം ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അത്യാവശ്യം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും പപ്പ പറഞ്ഞു നീ ഒന്നുകൂടി എഴുതിക്കോ, അപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ടാണേലും അപ്പം നമ്മൾ പള്ളിയിലൊക്കെ പോകുന്നു, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് ഒന്നുകൂടി പോയി OET എക്സാം എഴുതി. അപ്പോഴും കിട്ടിയില്ല. 3 Bയും 1 Cയും ആയിപ്പോയി ലിസണിങ്ങിന്. എക്സാം എനിക്ക് പാസ്സായില്ല. അതോടുകൂടി ഞാൻ ഭയങ്കര ഡള്ളായി. ഉടനെ ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. അപ്പോൾ ജോലിക്ക് കയറിയ സമയത്ത് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊച്ച് എനിക്ക് കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അയച്ചു തന്നിട്ട് പറഞ്ഞു, നീ ഇത് ചെല്ലിക്കോ, ഇത് ചെല്ലി അപ്പം നിനക്ക് എന്നിട്ട് അടുത്ത OETക്ക് നീ തയ്യാറായിക്കോ, നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ അവളോട് പറഞ്ഞത്, ഞാൻ ഈ കൃപാസനത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2016-2020 സമയത്ത് ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ. അപ്പോൾ പള്ളിയിലൊക്കെ ഞായറാഴ്ചകളിൽ പോകുമ്പം ഓരോരുത്തർ ഇങ്ങനെ പത്രം കൊണ്ട് തരുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ പത്രം വാങ്ങിക്കുകയെന്ന് മാത്രമല്ല, ഞാൻ അവരെ പത്രം കൊണ്ടുവരുന്നവരെ കളിയാക്കുക പോലും ചെയ്യുമായിരുന്നു. എനിക്ക് ഒട്ടും വിശ്വാസമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഞാൻ ആരെയും കുറ്റമായിട്ട് പറയാമല്ല, പക്ഷേ ഈ യഹോവ സാക്ഷികൾ അങ്ങനെയുള്ളവരൊക്കെ ഈ വചനം എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് വചനമൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര ഇതാകാൻ നോക്കിയിട്ടുണ്ട്. അപ്പം എനിക്കറിയാവുന്ന വചനമൊക്കെ പറഞ്ഞ് ഞാൻ തർക്കിച്ച് നിൽക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അവരെന്തോ പറയുന്നത് പോലെയാണ് ഈ പത്രമായിട്ടൊക്കെ വന്ന് എന്നോട് ഈ കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കുന്നവരെ ഞാൻ കണ്ടിരുന്നത്. അപ്പം ഞാനത് കുറിച്ച് ഒന്നും അറിയാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ തീരെ താല്പര്യമില്ല. അപ്പോൾ ഇവളോട് ഞാൻ അത് തന്നെ പറഞ്ഞു, എനിക്കില്ല, താല്പര്യമില്ലടി, ഞാൻ ചെല്ലത്തില്ല, വെറുതെ അയക്കേണ്ടത്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നീ വേറെ ഒന്നും ചെയ്യണ്ട, നീ കൃപാസനം പത്രം വാങ്ങിക്കാനോ വായിക്കാനോ ഒന്നും ഞാൻ പറയുന്നില്ല, നൊവേന ചെല്ലാറില്ലേ അതുപോലെ ഈ പ്രാർത്ഥന കൂടി നീ അങ്ങ് ചെല്ല്, അത്ര മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മുമ്പിൽ ഇനി വേറെ മാർഗ്ഗമൊന്നുമില്ല, ഒന്നുകൂടി OET എഴുതണം എന്നുണ്ട്, കാശാകണം. അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയെല്ലാം തുടങ്ങി. അപ്പോൾ നിയോഗത്തിൻ്റെ അവിടെ ഞാൻ പറഞ്ഞു, മാതാവ് ഞാൻ അടുത്ത OET എഴുതാൻ പോകുമ്പോൾ എനിക്ക് OET കിട്ടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാര്യം മനസ്സിലായത് തന്നെ. ഇങ്ങനെ ഇവിടെ മാതാവ് ഇങ്ങനെ അച്ഛന് പ്രത്യക്ഷപ്പെട്ട കാര്യവും അതിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്നൊക്കെ മനസ്സിലായത് അപ്പോഴാണ്. അപ്പോൾ ഈ പ്രാർത്ഥന മാത്രമേ എനിക്കറിയത്തുള്ളൂ. അപ്പം ഇതല്ലാതെ ഞാൻ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം കാണുമോ വേറെ സാക്ഷ്യങ്ങൾ കാണുമോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഈ പ്രാർത്ഥന മാത്രം ചൊല്ലി ഞാൻ 2022 ഡിസംബറിൽ ഞാൻ OET എഴുതി. അപ്പോൾ ആണെങ്കിൽ ഫെബ്രുവരിയിൽ അതിൻ്റെ റിസൾട്ട് വന്നു. എഗെയിൻ എനിക്ക് 3 Bയും. അപ്പം ഞാൻ ഈ OET എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഈ പ്രാർത്ഥന 2 നിർത്താക്കി. അതായത് എല്ലാ ദിവസവും രാവിലെ എന്ന് വെച്ചാൽ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ മാത്രം ഞാൻ ചെല്ലുമായിരുന്നു, അല്ലാതെ രാവിലെ 5:30 കേൾക്കുകയോ തിരികെത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഈ OET എക്സാം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിത് രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേയും ചെല്ലാൻ തുടങ്ങി, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരുന്നിട്ടും ചെല്ലാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അറിയാവുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ റിസൾട്ട് വന്നു, എനിക്ക് കിട്ടിയില്ല. എനിക്ക് എഗെയിൻ 3 B, റീഡിങ് C ആയിപ്പോയി. റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നത്തെ 2 എക്സാമിനും എനിക്ക് 380 ഒക്കെ കിട്ടിയ സ്കോർ കിട്ടിയ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊഡ്യൂളായിരുന്നു. അതെനിക്ക് 290 പോയി. അപ്പോൾ എനിക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല എന്നെനിക്ക് മനസ്സിലായി. എന്നിട്ടും അപ്പോൾ എനിക്ക് ഈ ആദ്യത്തെ 2 എക്സാം കഴിഞ്ഞപ്പോഴും ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥനകളൊക്കെ വിടും. പിന്നെ എനിക്ക് ഭയങ്കര ഒരു ദേഷ്യവും സങ്കടമൊക്കെയാണ്. എനിക്ക് അന്നെന്തോ ഡ്യൂട്ടിക്കിടയിലാണ് ഞാൻ ഈ റിസൾട്ട് നോക്കിയത്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിൽ എനിക്ക് വലിയ സങ്കടമൊന്നും തോന്നിയില്ല. വീട്ടിൽ ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞു എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആദ്യം തന്നെ ഈ പ്രാർത്ഥന എടുത്ത് ചൊല്ലുക. എനിക്ക് നല്ല ദേഷ്യമുണ്ട്. അപ്പം ഞാനിങ്ങനെ പറയാം, തന്നില്ലല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ പ്രാർത്ഥന അങ്ങ് ചെല്ലുന്നുണ്ട്. ഇത് പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ യൂട്യൂബ് തുറന്നു കഴിഞ്ഞപ്പം അച്ഛൻ്റെ ഒരു വചന ധ്യാനം ഇങ്ങനെ വന്നു അതിന് മുന്നത്തെ ചൊവ്വാഴ്ചത്തെ. അപ്പം ഞാൻ അതുവരെ അത് കണ്ടിട്ടില്ല. അപ്പം ഞാനത് വീഡിയോ ഓണാക്കുന്നതിന് മുന്നേ തന്നെ അച്ഛനിങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഞാൻ കേട്ടു. അപ്പോൾ എൻ്റെ മൈൻഡൊന്നും അവിടെയല്ല. അത് കഴിഞ്ഞ് വന്നൊരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് നേഴ്സുമാർക്കുള്ള OET റിക്വയർമെൻറ്റ്സ്, അവർക്കുള്ള സ്കോപ്പ്, അങ്ങനെ ഒരു വീഡിയോ വന്നു. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഓപ്പൺ ആക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ 2ാമത്തെ OETയുടെയും ഇതും കൂടി ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ന്യൂസിലാൻഡ് പോകാനുള്ള
സ്കോർ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴത്തേക്കും ഞാൻ ഈ പ്രാർത്ഥന ഒന്നുകൂടി ചൊല്ലി. ഞാൻ ഉടനെ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷെ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇതിന് അറൗണ്ട് 10 lakhs ഒക്കെ വേണ്ടി വരും പോകണമെങ്കിൽ. അപ്പോൾ അതൊന്നും ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഈ പ്രാർത്ഥന ചെല്ലുന്നുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ എന്നിട്ടാണെങ്കിൽ ഇതാക്കാൻ പറ്റത്തില്ല, ഇത് വിട്ടു. അതോടുകൂടി തന്നെ ഞാൻ ഈ പ്രാർത്ഥനയും എല്ലാം വിട്ട്. പിന്നെ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകും, അങ്ങനെ വരും, തിരിച്ചു വരും, അത്രയൊക്കെയുള്ളൂ. പ്രാർത്ഥനയും ചെല്ലുന്നില്ല, ഒന്നും ചെല്ലുന്നില്ല. ആ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്നും അല്ലാതെയൊക്കെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു സ്ഥലമൊക്കെ വെച്ച് നമുക്ക് ലോൺ ആക്കാം എന്നൊരു ഓപ്ഷൻ വന്നു. എന്നിട്ട് ലോൺ എന്ത് ചെയ്താൽ പാസ്സാവാനായി ഇച്ചിരി പ്രോബ്ലം വന്നു. എഗെയിൻ ഞാൻ ഈ പ്രാർത്ഥനയെല്ലാം തുടങ്ങി. അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ രാവിലെ ഒരു നേരം ചെല്ലും. എനിക്ക് ബാങ്കിൽ നിന്ന് 6 ലക്ഷം രൂപ ലോൺ പാസ്സായി. അത് കൂടാതെ എൻ്റെ ഒരു കസിൻ ചേട്ടായി, ആ ചേട്ടായുടെ 4 ലക്ഷം രൂപ ലോൺ പാസ്സായത് എനിക്ക് തരാമെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്ക് ശരിക്കും ഒരു അത്ഭുതമായിരുന്നു. അങ്ങനെയൊന്നും അപ്പോൾ ആ ചേട്ടായുടെ ലോൺ എനിക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 10 ലക്ഷം രൂപ ലോൺ കിട്ടി. അപ്പോൾ ലോൺ കിട്ടി, ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു CGFNS എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് കിട്ടാനാണ്. എനിക്ക് പെട്ടെന്ന് കിട്ടുന്നു. അപ്പം ഞാൻ ഇതെല്ലാം ഒരു വഴിക്ക് നടക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പിന്നെ ഈ ഒരു പ്രാർത്ഥന അങ്ങ് വിടും. എനിക്കൊരു ആവശ്യം വരുമ്പോഴത്തേക്ക്, സങ്കടം വരുമ്പോഴത്തേക്കും ചെല്ലും. ആ ഒരു രീതിയിലാണ്. അത് എനിക്ക് തന്നെ അറിയാമെങ്കിൽ കൂടിയും ഞാനത് മാറ്റുന്നൊന്നുമില്ല. ഇത് പോയി അത് CGFNSൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഒരു ഡിസിഷൻ ലെറ്റർ കിട്ടണം. അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അപ്പോഴത്തേക്ക് എനിക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയി. ഞാനതുകൊണ്ട് ആ ജോലി നിർത്തി. കാരണം ഈ ഡിസിഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പോവാം, ഒരു 2 മാസം കൊണ്ട് പോകാം. അപ്പോഴത്തേക്ക് ഞാനതുകൊണ്ട് ആ ജോലി റിസൈൻ ചെയ്ത് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്താൽ ഈ ഡിസിഷൻ ലെറ്റർ വരുന്നില്ല. ഈ ഡിസിഷൻ ലെറ്റർ കിട്ടാനായിട്ട് ഞാൻ 4 മാസം വെയിറ്റ് ചെയ്തിരുന്നു. പ്രാർത്ഥന ചെല്ലുന്നില്ല. എന്നിട്ട് 4 മാസം കഴിഞ്ഞ് എനിക്ക് ഡിസിഷൻ ലെറ്റർ വന്നപ്പം എനിക്ക് മനസ്സിലായി ഇത് എന്തുകൊണ്ടാണ് ലേറ്റ് ആയിരുന്നു. കാരണം ഞാൻ എൻ്റെ ആവശ്യത്തിന് മാത്രമാണ് മാതാവിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഈശോനെ വിളിക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ തെറ്റാണ്. ഞാൻ എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങി. ഞാൻ പോയി നന്നായിട്ടൊന്ന് കുമ്പസാരിച്ച് ഞാൻ ഓർത്തു എനിക്കിതുവരെ ഈ പ്രാർത്ഥന ചൊല്ലിയപ്പം എനിക്ക് നടക്കാതിരുന്ന കാര്യങ്ങൾ എനിക്ക് നടന്നു കിട്ടി. അപ്പം ഞാനത് ഇവിടെ വന്നൊന്ന് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നടത്തി തരുമെന്ന് വിശ്വസിച്ച് ഞാൻ നവംബർ 25 2023 നവംബർ 25 ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയാനൊക്കെ ആയിട്ട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ലാത്തത് കൊണ്ട് സാക്ഷ്യം പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ അതുകൊണ്ട് ഉടമ്പടി എടുക്കണം എന്ന് അറിഞ്ഞപ്പോഴും എനിക്കിതിനെക്കുറിച്ച് വേറെ ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാനിത് നോക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഭക്തിയിൽ തന്നെ നമ്മൾ. അപ്പോൾ എനിക്കാണ് എൻ്റെ വീട്ടിൽ നിന്ന് 4-5 കിലോമീറ്ററാണ് എൻ്റെ പള്ളിയിലേക്കുള്ള ദൂരം തന്നെ. അപ്പോൾ ദിവസേന പള്ളിയിൽ പോക്ക് ഒരിക്കലും എനിക്ക് നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഞാനിത് എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ചെന്ന പിറ്റേ ദിവസം എനിക്കറിയത്തില്ല, ഞാൻ രാവിലെ ഏൽക്കാൻ എത്ര മടിയുള്ള ഒരാൾ, എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് വീട്ടിൽ വന്ന് വെറുതെ ഇരിക്കേണ്ടി വന്നില്ല. അടുത്തൊരു സെൻറ്ററിൽ എനിക്ക് OET പഠിപ്പിക്കാനായിട്ട് അവരെന്നെ വിളിച്ചു. അപ്പം ഞാൻ അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ 5:45 ഇറങ്ങും. എൻ്റെ മമ്മി 3:30 3 മണിയാകുമ്പോൾ ഏറ്റ് എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചെല്ലാം ആക്കി തന്നു വിട്ട് ഞാൻ 5:45 വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കും എൻ്റെ പള്ളിയിലേക്ക് 6:45 കുർബാനയ്ക്ക് വിടാൻ. എന്നിട്ട് എനിക്കതിലൊരു സങ്കടമൊന്നുമില്ല, എനിക്കൊരു സന്തോഷമൊന്നുമില്ല. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ആദ്യത്തെ 2-3 ദിവസങ്ങൾ ഞാൻ ഓർത്തു ഇത്രയും നേരം ഞാൻ നടന്നു പോവാം, ഞാൻ വെറുതെ എന്തിനാണ് നടക്കുന്നത്, ഞാൻ കൊന്തയെല്ലാം തുടങ്ങി. ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം കൊന്തയെല്ലാം തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ കഴുത്തെ കൊന്തയൊന്നും അങ്ങനെ ഇടും, പക്ഷെ നല്ലൊരു ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഞാൻ ആ കൊന്തയൊക്കെ ഊരി എറിയും. അപ്പോൾ അങ്ങനെ നടന്നിരുന്ന ആളാണ്. അപ്പോൾ ഈ കാശുരൂപം ഞാനൊരു കൊന്തയിലിട്ട് കാശുരൂപം ഞാൻ എൻ്റെ കഴുത്തിൽ നിന്ന് അത് ഞാനിപ്പോഴും മോഡേണായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടാറുണ്ട്, പക്ഷേ ആ കൊന്തയും കാശുരൂപം ഊരിക്കളയാൻ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഞാൻ പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എന്താ നടന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ കൂടെ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് പേര് ഈ ഡിസിഷൻ ലെറ്റർ വന്നിട്ട് അവിടെ ക്യാപ്പ് എന്ന് പറയുന്നൊരു കോഴ്സിന് അഡ്മിഷൻ കിട്ടണം. അഡ്മിഷൻ കിട്ടാതെ ഇപ്പോഴും കുറേ പേര് നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ കിട്ടുന്നു. അതും അഡ്മിഷൻ കിട്ടുന്നവർക്കൊക്കെ 6-7 ലക്ഷം രൂപ ചിലവാകുമ്പോൾ എനിക്ക് 5-20 ലക്ഷം രൂപ ചിലവിലുള്ള ഒരു കോളേജിൽ, നല്ലൊരു കോളേജിൽ, എലിസബത്ത് നോക്സ് എന്ന് പറയുന്നൊരു കോളേജിൽ എനിക്ക് കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞവരെ സാക്ഷ്യം കാണുമ്പോൾ ഒരു ചേച്ചി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ കണ്ടു. അതേ കോളേജിൽ അഡ്മിഷൻ കിട്ടി, ആ ചേച്ചി പോകുന്നൊരു സാക്ഷ്യം ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ മനസ്സും പറയുന്നുണ്ട് എനിക്ക് വന്ന് ആ കോളേജ് തന്നെ ആയിരിക്കും കിട്ടാമെന്ന്. എനിക്ക് കറക്റ്റ് ആ കോളേജിൽ തന്നെ എനിക്കും അഡ്മിഷൻ കിട്ടി. ഞാൻ വിസയ്ക്ക് വെച്ചു. വിസ എനിക്ക് 10 ദിവസം 10 വർക്കിംഗ് ഡേയ്സിൽ എനിക്ക് വിസ വന്നു. ഞാൻ ടിക്കറ്റ് എടുത്തു. ഏപ്രിൽ 10 ഞാൻ ന്യൂസിലൻഡിന് പോവുകയാണ്.
ക്യാപ് കോഴ്സ് ചെയ്യാനായിട്ട്. ഇത് ഈ ഉടമ്പടി എടുത്ത സമയത്തിൽ എത്ര ഫാസ്റ്റായിട്ടാണ് നടന്നതെന്ന് എനിക്ക് എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയത്തില്ല. കാരണം എൻ്റെ കൂടെ ഡിസിഷൻ ലെറ്ററൊക്കെ കിട്ടിയവർ ഇപ്പോഴും അഡ്മിഷൻ കിട്ടാതെ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന്, അപ്പോൾ ഞാനതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ഈ കൃപാസനം പത്രം കൊണ്ട് എൻ്റെ അടുത്ത് വന്നവരെ കളിയാക്കിയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചതാണ്, എനിക്ക് ഇത് ആർക്കെങ്കിലും ഞാൻ കൊടുക്കുവാണെങ്കിൽ ഇതിങ്ങനെ വിശ്വസിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇത് വാങ്ങുന്നവർക്കോ ഞാൻ ഇതൊരിക്കലും കൊടുക്കത്തില്ല. അല്ലാത്തവരുടെ അടുത്ത് ഈ കാര്യങ്ങൾ എനിക്ക് കിട്ടിയ ഇത് പറഞ്ഞിട്ടേ ഞാൻ കൊടുക്കത്തുള്ളൂ. അപ്പം ഞാൻ ബസ്സിലൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ ഫോണിൽ ഞാൻ യൂട്യൂബ് വീഡിയോ കാണും, റീൽസ് കാണും. ബൈബിൾ എന്ന് പറയുന്നൊരു കാര്യം എൻ്റെ ഫോണിൽ ഞാൻ ഡൗൺലോഡ് പോലും ചെയ്തിട്ടില്ല. അത് ഞാൻ എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഈ എൻ്റെ ടൗണിൽ നിന്നും ഞാൻ ഈ OIT പഠിപ്പിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് ഇച്ചിരി ദൂരമുണ്ട്, ഒരു 45 മിനിറ്റ്സ് ബസ്സിലുണ്ട്. ആ സമയത്ത് പോകുമ്പോഴും വരുമ്പോഴും ഞാൻ വചനം വായിക്കുന്നു. അച്ഛൻ്റെ ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ ഇത് കാണുന്നു, ധ്യാനം കാണുന്നു. അതുകൂടാതെ അതിന് മുന്നത്തെ ധ്യാനങ്ങൾ കാണുന്നു, ഷെയർ ചെയ്യാൻ തുടങ്ങുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു. ഞാൻ എൻ്റെ കുറേ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല ചെയ്തത്, ഞാൻ അവരോട് എനിക്ക് കിട്ടിയത് പറഞ്ഞ് മനസ്സിലാക്കാനും നോക്കി. അത് മാത്രമല്ല പത്രമായാലും ഞാൻ അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് കൊടുത്തതെന്ന് വെച്ചാൽ ഞാൻ OIT പഠിപ്പിക്കുന്നതിൽ കുറച്ച് നല്ല ബുദ്ധിമുട്ടുള്ള പിള്ളേർക്ക്, അങ്ങനെയുള്ളവർക്ക് മാത്രം ഞാൻ പത്രം കൊടുത്തിട്ട് നിങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ കണ്ട് നിങ്ങളൊന്ന് വായിച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മാത്രം. ബാക്കി കൊടുത്തത് മുഴുവൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഉള്ള അക്രൈസ്തവർക്കാണ്. വീടിൻ്റെ അടുത്തുള്ള അക്രൈസ്തവർക്ക് കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ വീട്ടിൽ തൊഴിലുറപ്പ് പരിപാടിക്കും എല്ലാം വന്ന് എല്ലാ ദിവസവും എന്നോട് ചോദ്യമാണ്. ഞാൻ ജോലി പോകാനായെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നിരിക്കുന്ന ആളാണല്ലോ, പോവാറായില്ലേ. അത് കേട്ട് എൻ്റെ ചെവി അടച്ചു. അവർ ചോദിച്ച് അവരും മടുത്തിരുന്നവരാണ്. അപ്പോൾ ഈ അവരുടെ അടുത്ത് പോയിട്ട് എനിക്ക് ഇത് കിട്ടി, വിസ വന്നു, ടിക്കറ്റ് എടുത്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവരുടെയൊക്കെ ഒരു സന്തോഷം. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കൃപാസനം എന്ന് പറയുന്നിടത്ത് പോയി പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു. പിന്നീട് ഇത് ഇത്രയും ഫാസ്റ്റായിട്ട് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പത്രമൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് ഒരിക്കലും കളയണ്ട, വായിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഇത് തന്നെ തിരിച്ചു തന്നാൽ മതി. ഒരു ചേച്ചി എന്നോട് പറഞ്ഞു വെച്ചാൽ എൻ്റെ മോളെ ഞങ്ങളിത് കളയാനോ എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി അത് വാങ്ങിച്ച് ആ ചേച്ചിയുടെ പൂജാമുറിയിൽ അത് എൻ്റെ മുമ്പിൽ നിന്ന് അത് വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അവരുടെ വിശ്വാസം കണ്ടപ്പോൾ ഞാനൊക്കെ എന്താണ് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ മാത്രം ഇങ്ങനെ വിശ്വസിക്കുന്നവർ, അല്ലാത്തവർ, ഞാൻ കൊടുത്തവരെല്ലാവരും അത്ര സന്തോഷത്തോടെ എൻ്റെ കയ്യിൽ നിന്ന് ആ പത്രം വാങ്ങിച്ചത്. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്, ഓരോരുത്തരും ഇങ്ങനെ പത്രം കൊണ്ട് എൻ്റെ ജസ്റ്റ് ഇങ്ങനെ തന്നിട്ട് പോകുക. അങ്ങനെയുള്ള ഞാൻ ആ പത്രം വാങ്ങിച്ചു, ആ പത്രം ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് OIT പഠിപ്പിക്കുന്നതുകൊണ്ട് കിട്ടുന്നതിന് ഒരു കാശ് ഞാൻ അവിടെയുള്ള ഒരു അഗതി മന്ദിരത്തിൽ കൊണ്ട് കൊടുക്കുക, അവരെ സന്ദർശിക്കുകയൊക്കെ ചെയ്തു. ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഞാനെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ബസ്സിലൊക്കെ ഞാൻ പറഞ്ഞു ഇത്രയും ദൂരം എനിക്ക് യാത്ര ചെയ്യണം. അപ്പോൾ ബസ് വരുന്നത് നോക്കി നിൽക്കുകയാണ്, ഇടിച്ച് കയറി ആദ്യം ഒരു സീറ്റ് പിടിക്കാനായിട്ട്. ഒരു സീറ്റ് ഞാൻ ഇതുവരെ എനിക്ക് കിട്ടിയ ഒരു സീറ്റ് ഒഴിഞ്ഞു കൊടുത്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അപ്പം ഞാൻ ഈ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തന്നെ ഓർക്കും, ദൈവം ഞാൻ ഉടമ്പടി എടുത്തിട്ടിരിക്കുന്ന ഒരാളാണ്, ഞാൻ ഒഴിഞ്ഞു കൊടുത്തില്ല പിന്നെ ആരാ ഒരു സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ഇത്ര അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ, ഇതൊന്നും ഒരു വലിയ വലിയ കാര്യങ്ങളെ അല്ല. പക്ഷേ ആണെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നതിൻ്റെ ഒരിത്. അതുകൂടാതെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരിക്ക് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂടെ ആദ്യം എഴുതിയ ഒരു അയർലൻഡ് സ്കോർ കിട്ടിയ കൂട്ടുകാരി, അവൾ പ്രോസസ്സിങ് ചെയ്ത് അവൾക്ക് അവസാനം ഗവൺമെൻറ്റിൽ നിന്ന് ഇൻ്റർവ്യൂ ഒക്കെ വന്ന് ഓൾമോസ്റ്റ് പോകാൻ റെഡിയായിരുന്നപ്പോൾ അവളോട് പറയുകയാണ്, അവിടെ ചെല്ലുമ്പോഴത്തേക്കും നിൻ്റെ OITയുടെ കാലാവധി തീരും, നീ ഒന്നുകൂടി OIT എഴുതണമെന്ന്. അപ്പോൾ അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ ഒരു 2 വർഷം വരെ കാത്തിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അവൾ എൻ്റെ മുമ്പിൽ പോലും ആരുടെ മുമ്പിലൊന്നും കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അവളോട് ഇത്രയധികം ചോദ്യങ്ങളായിരിക്കും, നീ പോവാറായില്ലേ, അതായില്ലേ, കിട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാനൊരു നിയോഗം എഴുതിയത് അവളുടെ കാര്യമായിരുന്നു. അവൾ എന്നിട്ട് ധൈര്യപൂർവ്വം ഒന്നുകൂടി OIT എഴുതി അവൾക്ക് നല്ല സ്കോർ കിട്ടി, UK സ്കോറാണ് കിട്ടിയത്. അവൾ ഈ ഫെബ്രുവരി 20 അവൾ അയർലൻഡിൽ പോയി, അവളവിടെ ജോലി ചെയ്യാൻ ആരംഭിച്ചു. ഞാൻ ഈ ഏപ്രിൽ 10 പോവും. അപ്പോൾ എനിക്ക് ഇത് ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രം എന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ ഈ എനിക്കറിയാവുന്ന രോഗികൾക്കും വീടിനടുത്തുനിന്നല്ല കുറച്ച് ഇവിടെ ആണെങ്കിലും പ്രായമുള്ളവരെയൊക്കെ കാണാൻ പോകും, അവർക്ക് ഞാൻ ഈ എണ്ണ തേച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്കിതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ചെന്നിട്ടായാലും എൻ്റെ OITയും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം തീരും. അപ്പോൾ എനിക്ക് PR-ന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു എക്സാമും കൂടി എഴുതണം എന്നുള്ള വന്നു. എനിക്കൊരു വിശ്വാസമായിരുന്നു, ഇനിയൊന്നും എന്നെക്കൊണ്ട് മാതാവ് ഒരിക്കലും 2 എഴുതിപ്പിക്കത്തില്ല. ഞാൻ എന്നിട്ട് PT എന്ന് പറയുന്നൊരു എക്സാമാണ് ധൈര്യമായിട്ട് എഴുതാനായിട്ട് കൊച്ചി വന്നപ്പോഴത്തേക്കും എനിക്ക്
കോൾഡായി, എൻ്റെ സൗണ്ട് ഫുൾ അടഞ്ഞു പോയി. അപ്പം ഞാൻ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി ഉപ്പൊക്കെ എടുത്ത് കഴിച്ചു. എന്നിട്ട് അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇത് കഴിച്ച് എൻ്റെ സൗണ്ട് വരുമെന്ന്. ഈ എക്സാം PT സ്പീക്കിങ്ങിൻ്റെ ഇടയ്ക്ക് എൻ്റെ സൗണ്ട് നിന്നുപോയി. എൻ്റെ സൗണ്ട് നിന്ന് പോയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നേയില്ല. പക്ഷേ എനിക്ക് പുറത്തിറങ്ങിയിട്ട് എനിക്ക് ഒരു ഭയവും തോന്നിയില്ല. എനിക്ക് റിസൾട്ട് വന്നപ്പോഴും സ്പീക്കിങ്ങിനായിരുന്നു ഏറ്റവും കൂടുതൽ സ്കോറ്. അപ്പോൾ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചതിന് ഒരു ഇതുമില്ല. ഇപ്പം ഞാൻ April 10 അവിടെ ചെന്നാലും എനിക്ക് മാതാവ് അവിടെ ഒരു ജോലി എനിക്ക് അവിടെ തയ്യാറാക്കി വെച്ചിട്ടിരിക്കുവാന്ന് എനിക്ക് നല്ലൊരു ഉറച്ച വിശ്വാസമുണ്ട്. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇതിനെ തള്ളിക്കളഞ്ഞ ഒരാളാണ്. അപ്പം മാതാവായിരിക്കും എന്നെ ഇവിടെ കൊണ്ടുവന്നത്. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോഴും എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ അറിയാത്തവരിൽ ഒരുപാട് പേരിലേക്ക് എനിക്ക് സംഭവിച്ച ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ചെല്ലുന്ന ഒരു പ്രാർത്ഥന ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഉടമ്പടി എടുത്താലും ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ദൈവത്തിനോട് നീതി പുലർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളോടും നീതി പുലർത്തും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ എന്നും ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്, ലൂക്ക 1:43. ആ വചനത്തിന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. ഇന്നിവിടെ വരുമ്പോഴും ഈ സ്റ്റേജിൽ കയറി എനിക്കിങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പോൾ സാക്ഷ്യം സിസ്റ്ററിൻ്റെ അടുത്ത് കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണേലും കുറച്ച് പുറകെ നിന്ന ഒരാളാണ് ഞാൻ. ഇവിടെ മാതാവ് എന്നെ ഇവിടെ ആദ്യം കയറ്റി ഇന്ന് സാക്ഷ്യം പറയിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പോരാൻ നേരത്തെ എൻ്റെ പപ്പ പറഞ്ഞു, നിനക്ക് അവിടെ ചെന്ന് സാക്ഷ്യം പറയാനൊന്നും പറ്റത്തില്ലായിരിക്കും, സാരമില്ല, എൻ്റെ കൊച്ചിന് കിട്ടിയ അനുഗ്രഹങ്ങൾ നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം, മാതാവിനും ഇപ്പം അറിയാം, അപ്പം നീ നന്നായിട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇങ്ങ് പോരാൻ പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ എൻ്റെ പപ്പായും മമ്മിയും ഒരുപാട് സന്തോഷമാകും എനിക്ക്. കാരണം ഇന്നിവിടെ ആദ്യം കയറി എൻ്റെ ഈ സാക്ഷ്യം പറയാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചെറിയ കാര്യമല്ല. മാതാവിന് ഒരുപാട് നന്ദി. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇത് ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. യെശയ്യാ 43:18-19 തിരുവചനമാണ്. താൻ എങ്ങനെ ഇവിടെ വന്ന് ഇന്ന് സാക്ഷ്യം പറയുന്ന ഒരവസ്ഥയിലേക്ക് വന്നു? സുമി എലിസബത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ അനുഭവ സാക്ഷ്യത്തിലെല്ലാം പങ്കുവെച്ചു.